ഇനി നമ്മളിടുന്ന പോസ്റ്റുകൾക്ക്, നമ്മളിടുന്ന അഭിമുഖത്തിന്, അല്ലെങ്കിൽ നമ്മുടെ സംസാരങ്ങൾക്ക് അതിന്റെ അടിയിൽ വരുന്ന കമന്റുകൾ ചില സ്വാഭാവികമായിട്ട് നമ്മൾ നോക്കുമല്ലോ. അതിൽ ചില നെഗറ്റീവ് കമന്റുകൾ ഉണ്ടാവാം. സ്വാഭാവികമായിട്ട് നെഗറ്റീവ് ഇടാനുള്ള സ്വാതന്ത്ര്യം ഉള്ള ഒരു സമൂഹമാണല്ലോ നമ്മള്. അപ്പൊ നല്ലതും ചീത്തയും നമ്മളൊരു പുഴയെ പോലെ രണ്ടിനെയും ഏറ്റുവാങ്ങുക. നമുക്ക് ആവശ്യമുള്ളത് എടുക്കുക. ഒരു പൂവിൽ നിന്ന് തേൻ ശേഖരിക്കുന്ന തേനീച്ചയും ചിത്രശലഭങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ വേറെ ചിലത് വിഷം ശേഖരിക്കുന്ന തേനീച്ചകളും ഉണ്ട്. അപ്പൊ അത് നമ്മൾ എന്തെടുക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചാൽ മതി. എനിക്ക് എന്റെ മുന്നോട്ടുള്ള പോക്കിന് എന്താണോ ഉപകാരപ്രദമാകുക, സ്വാഭാവികമായിട്ട് നമ്മൾ അങ്ങനെയാണല്ലോ. നമുക്ക് നല്ലത് കേൾക്കുക, നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടുക. ആ പോസിറ്റീവ് എനർജി കിട്ടുന്നത് ബഹുഭൂരിഭാഗം ഉണ്ട്. അപ്പൊ നമ്മളത് ഓക്കെ, കുഴപ്പമില്ല, എന്റെ പാത ശരിയാണ്. പിന്നെ നമ്മുടെ സംസാരം എന്തിന്റെ ബേസിലാണ് സംസാരിക്കുന്നത്? നാം സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ആശയം എന്ന് പറയുന്നത്, ഇന്ത്യ എന്ന് പറയുന്ന ബഹുസ്വര രാജ്യത്ത്, ഒരു മൾട്ടി കൾച്ചറൽ ആയിട്ടുള്ള ഒരു രാജ്യത്ത് അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സാമൂഹ്യ സംവിധാനം ഉണ്ടാവണം. അതിന് നമുക്ക് ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ നമുക്ക് മുറുകെ പിടിക്കാവുന്ന ഏറ്റവും മഹത്തായ ഒരു എന്താ പറയാ, ഒരു അയൺ ബാറാണ് നമ്മുടെ ഭരണഘടന. ആ അയൺ ബാറിനെ പിടിച്ച് ഈ കാറ്റും കോളും നിറഞ്ഞ സമുദ്രത്തിലൂടെ ഇന്ത്യയാകുന്ന കപ്പൽ ഇങ്ങനെ പോകുമ്പോൾ അതിന് പിടിച്ചു നിൽക്കുക. ഈ കാറ്റിലും കോളിലും ആടി ഉലയുമ്പോ നിർഭയമായി പിടിച്ചു നിൽക്കാനുള്ള ഏറ്റവും ശക്തമായ ഒരു അയൺ ബാറാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന. ആ ഭരണഘടനയിലെ ജനാധിപത്യത്തെ, മതനിരപേക്ഷതയെ, സമത്വത്തെ, നീതിയെ, സാഹോദര്യത്തെ, ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഞാൻ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നത്, എൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നത്. അതുപോലെ തന്നെ ഞാൻ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനം ഈ ആശയങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് പോകുന്ന പ്രസ്ഥാനമാണ്. അതിനേക്കാൾ ഉയർന്ന രീതിയിൽ ഒരു സ്ഥിതി സമത്വ സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക വ്യവസ്ഥിതി ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്ന ഒരു പ്രസ്ഥാനം കൂടിയാണ്. അപ്പൊ അത് ശരിയാണ് എന്നുള്ളൊരു രീതിയാണ്, ഒരു മനോഭാവമാണ്, ഒരു കാഴ്ചപ്പാടാണ് എനിക്കുള്ളത്. അതുകൊണ്ട് ബാക്കിയുള്ള നിസ്സാരങ്ങളായ സൈബർ ആക്രമണമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പുച്ഛഭാവങ്ങളോ ഒക്കെ ഒന്നും പരിഗണിക്കാറേ ഇല്ല. അവരവർക്ക് അവരുടെ കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ എന്റെ പരിഗണനയിലുള്ള വിഷയങ്ങളേ അല്ല അത്. അങ്ങനെയാണ് പോകുന്നത്.